പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നോൺ മെറ്റൽസിലെ ഓക്സിജൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓക്സിജനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അതായത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനാണ്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. എർത്ത് ക്രസ്റ്റിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്. അത് മാറിപ്പോരുത്. ഓക്സിജൻ വിച്ച് ഈസ് നോൺ ആസ് ബ്രീത്ത് ഓഫ് ലൈഫ്, പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. ഈസ് എ ഗ്യാസ് വിച്ച് ഈസ് ഇൻഎവിറ്റബിൾ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഗ്യാസാണ് അല്ലെങ്കിൽ എലമെൻ്റാണ് ഓക്സിജൻ. ഓക്സിജൻ ഈസ് ഫൗണ്ട് ഇൻ ഫ്രീ ഓർ കമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ, മിനറൽസ് ആൻഡ് ലിവിങ് ഓർഗാനിസം. ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റിലും അതേപോലെ കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്. എയറിലും വാട്ടറിലും മിനറൽസും അതേപോലെ ജീവികളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇത്രയാണ് ഓക്സിജനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നോക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ലബോറട്ടറി. ഓക്സിജനെ ലാബിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 7.9. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ലബോറട്ടറി വിച്ച് ഈസ് എ റിയാക്റ്റൻറ്റ് ഇൻ ദീസ് കെമിക്കൽ റിയാക്ഷൻ. അല്ലേ, ആ ഒരു ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ KMnO4 അഥവാ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇൻസേർട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദി മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. വാട്ട് ഈസ് ഒബ്സർവേഷൻ? അല്ലേ, അതായത് ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഇതിൻ്റെ വായ്ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. ദ മാച്ച് സ്റ്റിക്ക് ബേൺസ് മോർ ബ്രൈറ്റ്ലി. ഈ മാച്ച് സ്റ്റിക്ക് നല്ല പോലെ അല്ലേ കുറച്ചുകൂടെ ആളിക്കത്താണ് ചെയ്യുന്നത്, ഒന്നുകൂടെ നന്നായിട്ട് കത്തും. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. 2KMnO4 gives K2MnO4 plus MnO2 plus O2. അതായത് അവിടെ ഹീറ്റ് എന്ന് കൊടുത്തിട്ടുള്ളതിന് അർത്ഥം അവിടെ ഹീറ്റ് ചെയ്യാന്നാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാൽ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും പിന്നെ അവിടെ നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കുന്നത് ഓക്സിജനുമാണ്. Pick out from the following the physical properties of suitable to oxygen. Write them down. അതായത് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ടേബിൾ 7.5. അവിടെ ഓക്സിജൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കളർ നോ ആണ്, അതായത് ഒരു കളർലെസ് ഗ്യാസ് ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്, അതും നോ ആണ്. ഇറ്റ് ഈസ് ഓർഡർലെസ് ഗ്യാസ്. സോലുബിലിറ്റി ഇൻ വാട്ടർ, അതായത് ഓക്സിജൻ വാട്ടറിൽ സോലുബിൾ ആണ്. നാച്ചർ ഓഫ് കമ്പഷൻ, ഇറ്റ് ഹെൽപ്പ് ടു ബേൺ, അതായത് കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസാണ് ഇത് ഓക്സിജൻ. ഓക്സിജൻ ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, അതായത് വാട്ടറിന് ഇലക്ട്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഓക്സിജൻ കിട്ടും. 2H2O ഗീവ്സ് 2H2 plus O2. അതായത് 2H2O ഇലക്ട്രോളിസിസ് വാട്ടറിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും വെവ്വേറെയാണ് ലഭിക്കുന്നത്. then ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കവറി ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഡിസ്കവറി. Oxygen was discovered in 1774 by the British scientist Joseph Priestley. But the name oxygen was given by the French scientist Lavoisier. The name oxygen is derived from the word oxygenous, which means acid producer. അതായത് ഓക്സിജൻ ഡിസ്കവർ ചെയ്ത് ജോസഫ് പ്രീസ്ലി എന്ന സയൻറ്റിസ്റ്റ് ആണെങ്കിലും ഓക്സിജൻ എന്ന പേര് നൽകിയത് ലവോസിയാണ്. അതേപോലെ ഓക്സിജൻ എന്ന് പറഞ്ഞ വാക്ക് ഡിറൈവ് ചെയ്തത് ഓക്സിജനസ്, ആസിഡ് പ്രൊഡ്യൂസർ എന്നർത്ഥം വരുന്ന ഓക്സിജനസ് എന്ന ഒരു വേർഡിൽ നിന്നാണ്. സോ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ടു പ്രൊഡ്യൂസ് ദെയർ ഓക്സൈഡ്. അതായത് ഓക്സിജൻ മെറ്റലായിട്ടും നോൺ മെറ്റലായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓക്സൈഡുകളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ റിയാക്ട് വിത്ത് നോൺ മെറ്റൽ ലൈക്ക് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ടു ഫോം ദി കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ റെസ്പെക്റ്റീവ്ലി. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത വാട്ടറുമാണ് കിട്ടുക. C+O2 gives CO2. 2H2 plus O2 gives 2H2O. then ഇവിടെ നമുക്ക് നോക്കാനുള്ളത് യൂസസ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന്. ഹെൽപ്സ് കമ്പഷൻ, അതായത് കത്താൻ വേണ്ടി സഹായിക്കുന്നു. ആസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ റോക്കറ്റ് ഫ്യൂൽ. റോക്കറ്റ് ഫ്യൂലൊക്കെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ, അതായത് കാർബോജൻ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നോക്കിയതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പഠിച്ച സമയത്ത് അവിടെ പറഞ്ഞിരുന്നില്ലേ 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും. ഇതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നത്.
ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിങ്. അതായത് ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഓക്സിജൻ്റെ യൂസസ് ആയിട്ട് പറയാം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഓസോൺ, O3. ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. അത് O2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓസോൺ എന്ന് പറഞ്ഞാൽ 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഓസോൺ. You know that oxygen is a diatomic molecule, but ozone, O3 molecule, is formed by the combination of 3 oxygen atoms. Ozone is found more commonly in the stratosphere. ഓസോൺ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. Atmospheric oxygen absorbs ultraviolet radiation having high energy and decomposes into oxygen atom. അതായത് ഈ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഹൈ എനർജിയിൽ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഇത് ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഒരു ഡയാറ്റോമിക് മോളിക്യൂളായിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറും. The oxygen atom thus formed combined with oxygen molecules to form ozone molecule. ഈ സിംഗിളായിട്ടുള്ള ഓക്സിജൻ ആറ്റം വീണ്ടും ഓക്സിജൻ മോളിക്യൂളുമായിട്ട്, അതായത് O2 ആയിട്ട് കമ്പൈൻ ചെയ്ത് O3 ആയി ഓസോൺ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3O2 gives 2O3. അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് കൊടുത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്? ഓസോണായിട്ട് മാറുകയാണ്. അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അത് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നതും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും റിയാക്റ്റൻ്റ് ആവും. അഥവാ ഓക്സിജൻ ഓസോണായി മാറും. അതേ ഓസോൺ വീണ്ടും എന്തായിട്ട് മാറും? ഓക്സിജനായിട്ട് മാറും. അതായത് ഇത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ് ത്രൂ ദ ഫോളോയിങ് സ്റ്റെപ്പ്. അതായത് താഴെ പറയുന്ന സ്റ്റെപ്പിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓക്സിജൻ അൾട്രാവയലറ്റിന് ഹൈ എനർജിയുള്ള അൾട്രാവയലറ്റിനെ അബ്സോർബ് ചെയ്ത് എന്തായിട്ട് മാറും? 2O, 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഒരു ഓക്സിജൻ മോളിക്യൂൾ 2 ഓക്സിജൻ ആറ്റമായിട്ട് ഡീകമ്പോസ് ചെയ്യും. ഈ സിംഗിളായിട്ടുള്ള ഓക്സിജൻ ആറ്റം വീണ്ടും ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത്, അതായത് O2 മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 ഫോം ചെയ്യും. O3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസോൺ. ഓസോൺ അബ്സോർബ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹാവിങ് ലോ എനർജി ടു ഫോം ഓക്സിജൻ അഗെയിൻ. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഓസോൺ മോളിക്യൂൾ ലോ എനർജിയിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് വീണ്ടും ഓക്സിജനായിട്ട് മാറും. As a result of this cyclic process, the amount of ozone in the atmosphere remain constant. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ഓസോണിൻ്റെ അളവ് ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് കൊണ്ട് ഓക്സിജൻ ഉണ്ടാകുന്നു, തന്നെ അത് ഓസോൺ ആവും, ഓസോൺ വീണ്ടും ഓക്സിജൻ ആകുന്നത് കൊണ്ട് ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് കൊണ്ട് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെ അളവ്, ഓസോണിൻ്റെ അളവ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ കഴിയുന്നു. The energy for this process is obtained from the ultraviolet radiation from the sun. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്നാണ്. സോ സച്ച് ഹാംഫുൾ റേഡിയേഷൻ ഡസ് നോട്ട് റീച്ച് ദ എർത്ത് എക്സസീവ്ലി. ഓസോൺ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് സൺലൈറ്റിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റിനെ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ട് ഓസോൺ അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എനർജിക്ക്, ഇവരുടെ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികമായിട്ട് ഭൂമിയിലെത്താതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഓസോണാണ്. ഓസോൺ ഓക്സിജൻ ആവുക, അതേപോലെ ഓക്സിജൻ വീണ്ടും ഓസോൺ ആണ്. ഈ ഒരു കൺവേർഷൻ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓസോൺ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓസോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ഇതാ നമുക്ക് നോക്കാനുള്ളത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഓസോൺ ലെയർ എന്ത് ചെയ്യുക? ഡിപ്ലീഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓസോൺ പാളിയിൽ ഹോള് വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഈ ഓസോൺ പാളിയിൽ ഡിപ്ലീഷൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ കോസസ് ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ എന്നീ എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ദ chlorofluorocarbon which mix with the atmosphere reach the stratosphere and undergo self dissociation to form chlorine. അതായത് ഈ ക്ലോറോഫ്ലോറോകാർബൺ എയറുമായിട്ട് മിക്സ് ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്ത് ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിച്ചേരും. അവിടെ എത്തിയതിന് ശേഷം അതെന്ത് ചെയ്യും? സെൽഫ് ഡിസോസിയേഷൻ നടത്തിയിട്ട് ക്ലോറിൻ ഫോം ചെയ്യും. അതായത് ക്ലോറിനും ഫ്ലൂറിനും കാർബണും അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണല്ലോ CFC. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയതിന് ശേഷം ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ക്ലോറിൻ ഫോം ചെയ്യും. ദിസ് ക്ലോറിൻ ഡീകമ്പോസസ് ദി ഓസോൺ മോളിക്യൂൾ ഇൻ ടു ഓക്സിജൻ. ഈ ക്ലോറിൻ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ മോളിക്യൂളിനെ മുഴുവൻ എന്തായിട്ട് മാറ്റും? ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ഡിസ്റ്റർബ് ദ ഇക്വിലിബ്രിയം ഓഫ് ദി ഓസോൺ ഓക്സിജൻ സൈക്ലിക് പ്രോസസ്സ്. കാരണം ഓൾറെഡി ഓസോൺ ഓക്സിജൻ ആവുക, ഓക്സിജൻ ഓസോൺ ആവുക, ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ സമയത്താണ് ഈ CFCയിൽ നിന്ന് വരുന്ന ക്ലോറിൻ എന്ത് ചെയ്യും, ഓസോണിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ മോളിക്യൂളാവും. അപ്പോൾ അവിടെ ഒരു ഇംബാലൻസ് വരിക ചെയ്യുക. കാരണം കൂടുതൽ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്, അത്രത്തോളം ഓക്സിജനെ ഓസോണാക്കി മാറ്റാൻ കഴിയുന്നില്ല. ദി ഡിപ്ലീഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓസോൺ റെഡ്യൂസസ് ദി അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. അപ്പോൾ അവിടെ ഓസോൺ മോളിക്യൂളിൻ്റെ അളവ് കുറയും, അവിടെ കൂടുതൽ ഓക്സിജനാണ് ഫോം ചെയ്യുക. ഇത് അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ എമൗണ്ട് കുറയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അതിന് റീസണായിട്ട് അത്രയും അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അൾട്രാവയലറ്റ് ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സ്കിൻ ക്യാൻസർ, അതേപോലെ പ്രീമച്വർ ഏജിങ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഭൂമിയിലെ ജനങ്ങൾക്കും പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ഭീഷണിയാകുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റേയാണ് അൾട്രാവയലറ്റ് റേ. അപ്പോൾ ഓസോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന് വേണ്ടി September 16 ഈസ് ഒബ്സർവ്ഡ് ആസ് ഇൻ്റർനാഷണൽ ഓസോൺ ഡേ. September 16 ഇൻ്റർനാഷണൽ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.